ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണിയാണ് കാണിക്കുന്നത്. കപ്പ ബിരിയാണി നമുക്ക് പലതരത്തിലും ഉണ്ടാക്കാം. ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കാം, ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാം, മട്ടൻ വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 1 കിലോ ചിക്കൻ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 നാരങ്ങയുടെ നീര് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിനി ഇത് ഫ്രിഡ്ജിൽ അടച്ചു വയ്ക്കാം. ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകളെല്ലാം തയ്യാറാക്കി വരുമ്പോഴത്തേക്കും ചിക്കനിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിച്ച് കാണും. ഇപ്പം ഞാനിവിടെ എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ഫ്രിഡ്ജിൽ താഴെ വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് കപ്പയാണ്. 1.5 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. കപ്പയെല്ലാം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി നന്നായി കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് വേവിക്കാനായിട്ട് മുങ്ങി നിൽക്കുന്ന പാകത്തിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ പാത്രം ഏതാണ്ട് നിറയുന്ന രീതിയിലാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ തീ കൂട്ടി വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾക്കിനി തീ കുറച്ച് വയ്ക്കാം. ഇതിവിടെ തിളച്ച് വരുമ്പോഴത്തേക്കും ചിക്കനിലേക്ക് വേണ്ട ചേരുവകളെല്ലാം നമ്മൾക്ക് ചതച്ചെടുക്കാനുണ്ട്. അത് നമ്മൾക്ക് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 8 തൊട്ട് 10 വരെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ഇഞ്ചി അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് പച്ചമുളക്. ഞാനിവിടെ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 5 or 6 എണ്ണം ഇട്ട് കൊടുക്കാം. കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ മസാലയ്ക്ക് ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഈ ഒരു പാകത്തിൽ ചതച്ചെടുത്താൽ മതി. ഇനിയൊരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കപ്പയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും. ആ സമയം കൊണ്ട് ചിക്കൻ നമ്മൾക്ക് ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. നമ്മൾക്ക് ചിക്കനും കപ്പയും എല്ലാം കൂടെ ഇളക്കാൻ പാകത്തിനുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയെല്ലാം കുറച്ചൊന്ന് വാടി വരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ കുറച്ചൊക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ചേർന്നിട്ടുള്ള മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇഞ്ചിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടി പിടിക്കാതെ നന്നായി വഴറ്റിയെടുക്കുക. ഇത് കുറച്ചൊന്ന് വഴന്നു വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതൊരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇത്രയും വഴന്നാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ വഴറ്റുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. നമ്മൾക്കിനി ഇതിനകത്തേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി വഴറ്റുക. നമ്മൾ നേരത്തെ ചിക്കൻ അവിടെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അതും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉടനെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ഓൾറെഡി ചിക്കനിൽ മുളകും ഉപ്പും എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ തീയിൽ വെച്ച് ഇതേപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ചിക്കനിന് കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും. കുറച്ച് വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഉടനെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ അത്രയും ടേസ്റ്റ് കാണത്തില്ല. ഞാനിവിടെ ചിക്കൻ്റെ തീ കുറച്ച് വെക്കുന്നുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കപ്പ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾക്കിനി ഇതിലത്തെ വെള്ളം ഊറ്റിക്കളയാം. ഈ കപ്പയിലത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേണം നമ്മൾക്കിത് കുറച്ചൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. എല്ലാ ഭാഗത്തേക്കും ഉപ്പാകാനായിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് കപ്പയുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലത്തെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഞാനിവിടെ ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലത്തെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. കപ്പ ഉടയ്ക്കുമ്പോൾ ഒരുപാട് പേസ്റ്റൊക്കെ ആയിട്ട് ഉടയ്ക്കരുത്. അപ്പോൾ പിന്നെ കപ്പ ബിരിയാണിക്ക് അത്രയും ടേസ്റ്റ് കാണത്തില്ല. ഇതിൻ്റെ ഏതാണ്ട് പകുതി ഭാഗം മാത്രം ഉടച്ചെടുത്താൽ മതി. ബാക്കി പകുതി ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിക്കൻ ഇളക്കി കൊടുക്കുന്നുണ്ട്.
ചെറിയ തീയിൽ അത് അടച്ചു വെച്ചിരിക്കുകയാണ്. ചിക്കനിൽ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ചിക്കനിൽ വെള്ളം ഇറങ്ങി വരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം ചിക്കനിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കപ്പയെല്ലാം പാകത്തിന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ചിക്കനിൽ വെള്ളം കുറേശ്ശെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. കുറച്ച് നേരം അടച്ചു വെക്കുമ്പോൾ വീണ്ടും വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. ഇനി ഇത് വീണ്ടും ഇളക്കി കൊടുക്കുക. വെള്ളം ഇതുപോലെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ മാത്രം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ചിക്കൻ അടച്ചു വെച്ചിട്ട് കുറച്ചധികം സമയമായി. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ചിക്കനൊക്കെ ഏതാണ്ട് കുക്കായി വരുന്നുണ്ട്. കുറച്ച് സമയം കൂടെ ഇത് ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് സമയം അടച്ചു വെക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടായിരിക്കും. ചിക്കൻ നന്നായി വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച കപ്പ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ കപ്പ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ചിക്കനിലത്തെ വെള്ളവും നല്ലപോലെ വറ്റിക്കാണണം. ഞാനിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഉപ്പ് വേണം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഇളക്കി കൊടുത്തിട്ട് കപ്പയും കൂടെ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലത്തെ വെള്ളമൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കപ്പയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് മിക്സായി വന്നോളും. ഈ സമയത്തൊക്കെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കപ്പയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ചെറിയ തീയിൽ തന്നെ വെച്ച് ഇളക്കിയെടുക്കുക. കപ്പ നേരത്തെ ഉടയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട് ഭയങ്കര പേസ്റ്റായിട്ട് ഉടയ്ക്കരുതെന്ന്. അങ്ങനെ ഉടച്ചു കഴിഞ്ഞാൽ കപ്പ ബിരിയാണിക്ക് അത്രയും ടേസ്റ്റ് കാണത്തില്ല. ഇപ്പോൾ ഇവിടെ പാകത്തിനാണ് കപ്പയെല്ലാം ഉടച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ കുറച്ച് കപ്പ നമ്മൾക്ക് കടിക്കാൻ കിട്ടും. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇത് തട്ടുകട സ്റ്റൈലിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കപ്പയെല്ലാം സൈഡിലോട്ട് മാറ്റി കൊടുത്ത് നടുവിലായിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതും കൂടെ ചിക്കിപ്പൊരിച്ചെടുക്കാം. ഞാനിപ്പം ഇവിടെ അത് ചെയ്യുന്നില്ല. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്നും കൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഇതേപോലെ ഒരു വാഴയിലക്കകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ചൂട് കാപ്പിയുടെ കൂടെയോ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെയോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേപോലത്തെ ഒരു കപ്പ ബിരിയാണി. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.